ശരിയായിട്ട് സ്നേഹം പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയുടെ ഈ സമർപ്പണത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയെ ബാലനായ ഈശോയെ കുഞ്ഞായിട്ടിരിക്കുന്ന ഈശോയെ മാതാപിതാക്കന്മാര് ദേവാലയത്തിൽ സമർപ്പിക്കുന്നതാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. ഇവിടെ അന്ന പ്രവാചിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. രാപ്പകൽ ദൈവത്തെ സ്തുതിച്ച് ദേവാലയത്തിൽ കഴിഞ്ഞിരുന്ന അന്ന പ്രവാചിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പറയുകയാണ്, ഏറ്റവും ഒടുവിൽ പറയുകയാണ്, ഈ ഈശോയുടെ സമർപ്പണമൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ കുഞ്ഞു ഈശോയെ ഈ മാതാപിതാക്കന്മാർ കൊണ്ടുവന്നിട്ട് ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് കാണുമ്പോൾ അന്ന പ്രവാചി മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും അവിടെ കൂടിയിരുന്നവരോട് ഈശോയെ പറ്റി പ്രസംഗിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് അന്ന പ്രവാചിയെ ചെയ്തതെന്ന് ദൈവത്തെ സ്തുതിച്ചു, രണ്ട് ചുറ്റുമുള്ളവരോട് ദൈവത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമുക്കും ഈ ദിവസങ്ങളിൽ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഡിസംബർ 27 സഭയില് അപ്പസ്തോലനായിട്ടുള്ള വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. യോഹന്നാൻ സ്ലീഹ ചെയ്തതും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു. ദൈവത്തെ സ്തുതിച്ചു, ചുറ്റുമുള്ളവരോട് ദൈവത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള സുവിശേഷം എഴുതി എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്കും ചെയ്യാനുള്ള ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ദൈവത്തെ സ്തുതിക്കുക, അതോടൊപ്പം ഈ ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.